കേന്ദ്ര തൊഴിൽ നയങ്ങൾക്കെതിരെ പ്രതിപക്ഷ ട്രേഡ് യൂണിയനുകൾ ആഹ്വാനം ചെയ്ത പുതുപണിമുടക്ക് കേരളത്തിൽ പൂർണ്ണം. KSRTC ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ സമരാനുകൂലികൾ തടഞ്ഞതോടെ യാത്രക്കാർ വലഞ്ഞു. സെക്രട്ടേറിയറ്റിൽ 8% ജീവനക്കാർ മാത്രമാണ് ജോലിക്കെത്തിയത്. ഭരണ പ്രതിപക്ഷ സംഘടനകൾ പ്രത്യേകമായാണ് കേരളത്തിൽ പണിമുടക്കുന്നത്. നമ്മൾക്ക് യാത്രക്കാരെങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്, ഒരു വാഹനത്തിനും ബുദ്ധിമുട്ടിക്കരുത്. സമരക്കാർ ചെന്നൈയിലായിരുന്നു സമരം, അറിയില്ലായിരുന്നു. ഞാനിങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ സമരമുള്ള കാര്യം അറിയുന്നത്. ഇങ്ങനെ പോകുന്ന ഞാൻ ആലോചിക്കുന്നത്, ബസ് ഉണ്ടെങ്കിൽ അങ്ങനെ കയറി പോകാറുണ്ട്. ബസ് കിട്ടുമെന്ന് പറഞ്ഞാൽ വന്ന ട്രെയിനിൽ വന്നാണ്, കാസർഗോഡ് നിന്ന് വന്നു. ഓട്ടോറിക്ഷ, ബസ് സേവനങ്ങൾ തടസ്സപ്പെട്ടതോടെ റെയിൽവേ സ്റ്റേഷനുകളിൽ യാത്രക്കാർ വലഞ്ഞു. തിരുവനന്തപുരം RCCയിലേക്കും മെഡിക്കൽ കോളേജിലേക്കും എത്തിയ രോഗികൾക്ക് പോലീസ് വാഹന സൗകര്യമൊരുക്കി. 10% താഴെ KSRTC ബസ്സുകളാണ് നിരത്തിലിറക്കിയത്. ഇതിൽ പലതും സമരാനുകൂലികൾ തടഞ്ഞു. ചില ബസ്സുകൾ പോലീസ് സുരക്ഷയിലാണ് സർവീസ് നടത്തിയത്. കൊല്ലത്ത് KSRTC ജീവനക്കാർക്ക് മർദ്ദനമേറ്റു. മൂവാറ്റുപുഴയിൽ KSRTC ബസിന്റെ ചില്ല് സമരാനുകൂലികൾ തകർത്തു. സംസ്ഥാനത്ത് കടകമ്പോളങ്ങൾ അടഞ്ഞുകിടന്നു. തുറന്ന വ്യാപാര വാണിജ്യ സ്ഥാപനങ്ങൾ പണിമുടക്ക് അനുകൂലികൾ പലയിടത്തും ഭീഷണിപ്പെടുത്തി അടപ്പിച്ചു. സർക്കാർ ഓഫീസുകളിലെത്തിയ ജീവനക്കാരെ പലയിടത്തും സമരക്കാർ കയ്യേറ്റം ചെയ്തു. എന്നാൽ സെക്രട്ടേറിയറ്റിൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർ ഹാജരായി. ജീവനക്കാർ ഭൂരിഭാഗവും വിട്ടുനിന്നു. ആകെയുള്ള 4686 ജീവനക്കാരിൽ 423 പേർ മാത്രമാണ് ഹാജരായത്. വിവിധയിടങ്ങളിൽ ട്രേഡ് യൂണിയനുകൾ മാർച്ച് നടത്തി. 24 തിരുവനന്തപുരം.